നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ ഇനി പ്രചാരണങ്ങൾ നടത്തുമ്പോൾ വികസനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണ് കേസെടുത്തിട്ട് വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കുക, തങ്ങൾക്കെതിരെയുള്ള നേതാക്കന്മാരെ പൊളിച്ചെടുക്കുക എന്നുള്ള ആ തന്ത്രത്തിലേക്കാണ് CPM പോകുന്നത്. അതായത് നെറുകെട്ട രാഷ്ട്രീയം തുടരുന്നു LDF എന്നുള്ളത് ചുരുക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം തന്നെയാണ്. തൻ്റെ വികസന പദ്ധതികളോ അല്ലെങ്കിൽ താൻ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളോ ഒക്കെ ലക്ഷ്യം വെച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രസംഗത്തെക്കാൾ കൂടുതൽ താല്പര്യത്തോടെ മുഖ്യമന്ത്രി അടക്കം പറയുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ വീണ്ടും ആ ഒരു വിഷയം എടുത്തിട്ട് അലക്കുമ്പോൾ അതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് വിളിക്കുന്ന ഒരു ഏറ്റവും ശക്തനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്ര ദേഷ്യമെന്ന് ചോദിക്കുമ്പോൾ തന്നെ പേരെടുത്ത് വിളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരുത്തൻ, പ്രത്യേകിച്ച് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരുവൻ എന്നത് തന്നെയാണ് എന്ന് പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് സംസാര വിഷയമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആ വ്യക്തി കൃത്യമായി ഉപയോഗിക്കുമെന്നുള്ള ഒരു നിരീക്ഷണമൊക്കെ വന്നിരുന്നു. അതിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരെയുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തെളിയിക്കുന്നത്. എന്തായാലും തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രചാരണ പരിപാടികൾ നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരണത്തടിയേറ്റിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി വരുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ അതിശക്തമായിട്ട് മിസ്റ്റർ മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുന്നത്. താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധവും തീർക്കലും ഒക്കെയാണ് എന്നും ഇതിനോടകം തന്നെ കേരളത്തിനെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. CPM സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാരി തന്നെ വിളിച്ചു പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം മറുപടികളും വിമർശനങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നത്. ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആളാണ് താങ്കൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സാറിനെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നടക്കം താങ്കൾ പറയുമ്പോൾ ഇന്ന് ആ നിലപാടില്ലേ എന്നുള്ള ചോദ്യം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് അതടക്കം പൊളിച്ചു മാറ്റുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം എന്നുള്ളത് വ്യക്തം. എന്തായാലും തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ തൻ്റെ പ്രസ്ഥാനവും തൻ്റെ നേതാക്കളും തന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തു എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നു. അതായത് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നത് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ ഈ ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെ പറ്റി പരാതി പറയാൻ എനിക്ക് ഒന്നും തന്നെ ഇല്ല എന്നും ആ അവകാശം പോലും വേണ്ട എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അവസാനിപ്പിക്കുമ്പോൾ അവിടെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചോര ഇപ്പോഴും ഒരു യഥാർത്ഥ കോൺഗ്രസുകാരൻ്റെതാണ് എന്ന്. കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതായത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ചട്ടലംഘന പ്രകാരം പാർട്ടിക്ക് പുറത്തു പോയ ഒരാൾ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ അതൊരു പക്ഷേ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളുമുണ്ട്. അതായത് പാർട്ടി ഒരു നിർദ്ദേശം നൽകുമ്പോൾ അത് അനുസരിക്കാൻ പോലും പറ്റാത്തൊരുവനായിട്ട് മാറുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യം ജനങ്ങളിൽ വരും. അത് വോട്ട് ശതമാനം കുറയ്ക്കാനുള്ള സാഹചര്യവും ഒരുക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് എങ്കിൽ പോലും അത് പാർട്ടിക്ക് ഒരു തരത്തിലും ക്ലേശം വരുന്ന രീതിയിലാകരുത് എന്ന് ഉറച്ച തീരുമാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഒരു തരത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്വാധീനം അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ലഭ്യമാകും, ഉപയോഗപ്രദമാകുമെന്നുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ അല്ല എങ്കിൽ പോലും ഒരു സെക്കൻഡറി ഓപ്ഷൻ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ഒരു ഇലക്ഷൻ പ്രചാരണം
പ്രചാരണം നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഈ ദിവസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പാലക്കാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് പാലക്കാട്ടെ ജനങ്ങൾ കോൺഗ്രസിനെ മറക്കരുത് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറയുന്ന ഒരു രീതിയായിരുന്നു അവിടെ കണ്ടത്. പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടിക്ക് ഒരു പിന്തുണ കൂടെയാകാൻ ആ ഒരു പോസ്റ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ കമന്റുമായിട്ട് പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നു. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ഒരക്ഷരം പോലും പാർട്ടിക്കെതിരെ സംസാരിക്കാതെ പാർട്ടിയെ ഇന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് തങ്ങളുടെ ഹീറോ എന്നും രാഹുലിന്റെ വിശ്വാസം അതാണ് തങ്ങൾക്കും ഉള്ളത് എന്നും ഇനി ഏത് കോൺഗ്രസ്സുകാരൻ വന്നാലും രാഹുലിന് ഉറപ്പുണ്ടെങ്കിൽ തങ്ങൾ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഈ പോസ്റ്റിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്ന മറുപടികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തന്നെ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ. അത്തരത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം കൂടെ രേഖപ്പെടുത്തുന്നത്. ആ ഒരു പ്രതികരണത്തിലും വ്യക്തമാകുന്നത് കോൺഗ്രസുകാരുടെ നിലപാട് എന്താണ് എന്നത് തന്നെയാണ്. അതായത് LDFിന്റെയും UDFിന്റെയും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജനങ്ങൾ അംഗീകരിക്കണം, കോൺഗ്രസിനെ ജനങ്ങൾ ചേർത്ത് പിടിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറയുന്നുവെന്ന് ചുരുക്കം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടല്ല എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം പോസ്റ്റുകൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ. എന്തായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വന്നിരിക്കുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അതിൽ ആദ്യം തന്നെ തുടക്കം തന്നെ പറയുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഒരു സെന്റൻസോട് കൂടെയാണ്. ആ ഒരു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണ് എന്ന് ഇതിനോടകം തന്നെ കേരളത്തിന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാതെ ആരുടെയോ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കൾ എന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ വിജയൻ താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിന്റെ പരാതി മുക്കിയത് ആ പരാതിക്കാരെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിന് എതിരെ ആരോപണം വന്ന മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കൾ. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമായിട്ടാണ് അങ്ങനെ കാണേണ്ടതെന്നും. അതെ, ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻ സാറിന്റെ സർക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ഇന്ന് അതേ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചിരുന്നു. എന്നെ ഹോട്ടലിൽ വളഞ്ഞ് വരെ താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റാവുന്ന അത്ര അപരാധം യാതൊരു തെളിവും ഇല്ലാതെ എഴുതിപ്പിടിപ്പിച്ച് കോടതിയിൽ കൊണ്ടുകൊടുത്തിട്ട് എന്തായി? കോടതിയിൽ പറഞ്ഞത് ഒന്നുകൂടി സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ടില്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും എല്ലാ സത്യവും പുറത്തു വരും. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെ പറ്റി പരാതി പറയാൻ എനിക്ക് അല്ലാതെ മറ്റാർക്കും അവകാശമില്ലാത്ത അത്ര വേഗതയിലും എതിർവാദം കേൾക്കാൻ പോലും തയ്യാറാകാതെ നിന്ന കോൺഗ്രസിന്റെ താണു തന്നെ ഇരിക്കും. പറയാൻ സർക്കാരിന്റെ നേട്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇത് വിഷയം ആക്കണമെങ്കിൽ ആക്കിക്കോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ബാക്കി ജനം തരും. പിന്നെ ഭാര്യയുടെ നാഭിക്ക് ചവിട്ടി അവന് പിന്നെ കൊടുത്ത സ്ഥാനം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ശ്രീ വിജയ, ചുമ്മാ വിരട്ടാൻ നോക്കണ്ട. ജയിലിലാക്കിയാലല്ല കൊല്ലാൻ നോക്കിയാലും പേടിക്കില്ല. നേരത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ പോലീസിലും സർക്കാരിലും നൽകിയ പരാതിയിൽ ഇടപെടാതിരുന്നത് അതൊരു കുടുംബ പ്രശ്നമായതിനാലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചിരിക്കുന്നു. ഗണേഷ് കുമാറിൻ്റെത് കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നത്തിന്റെ ഭാഗമാണ് കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യേണ്ടതല്ല. അവർ അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ഞങ്ങൾ ഇടപെടുന്നത് എന്നായിരുന്നു ചോദ്യം.
ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല എന്നുള്ള പിണറായി വിജയന്റെ ആ ഒരു പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവും സംഘവും ശ്രമിക്കുന്നു എന്ന് കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ആരോപിച്ചപ്പോഴാണ് ഇതിനൊക്കെ ചുട്ട മറുപടിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രംഗത്തേക്ക് വരുന്നത്. അതായത് ജനങ്ങൾ അധികമൊന്നും സംസാരിക്കാതിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജനങ്ങൾ അധികമൊന്നും ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസന നേട്ടങ്ങൾ ഇനി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇനി കേരളത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമാണ്. എന്നാൽ അതൊന്നും സംസാരിക്കാതെ വീണ്ടും സ്ത്രീ വിഷയങ്ങൾ എടുത്തുകൊണ്ട് നേതാക്കന്മാരെ, പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമെടുത്ത് കോൺഗ്രസിനെ തകർക്കാം എന്നുള്ള ലക്ഷ്യത്തിലൂടെ പോകുകയാണ് LDF. അത്തരം പ്രചാരണ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരുന്നത്. ആ ഒരു മറുപടി ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളല്ല, LDFനും അടക്കമുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രസ്ഥാനത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ, അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള ഞങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്.